ആരോഗ്യ മേഖലയ്ക്ക് മറ്റെല്ലാ മേഖലകൾക്കും നൽകുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം തന്നെയാണ് ലോകരാജ്യങ്ങൾ എല്ലാ കാലത്തും നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകത തന്നെ പറഞ്ഞുകൊണ്ട് വന്നാൽ എന്താണ് ആമുഖമായി പറയാനുള്ളത് സർ? ഇപ്പോൾ ലോകത്തെവിടെയും വിദ്യാഭ്യാസവും ആരോഗ്യമുള്ള സമൂഹമാണ് മെച്ചപ്പെടുന്നത്. അല്ലെങ്കിൽ ഏറ്റവും നല്ല രാജ്യമെന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും മെച്ചമുണ്ടാകും. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യ രാജ്യമെന്ന നിലയ്ക്ക് ആ മേഖലയിൽ ഒരുപാട് പുരോഗമിക്കാൻ ശ്രമിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അത്ര വർഷങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്നാൽ വളരെ വികസിച്ച നാടുകൾക്കൊപ്പം നമ്മൾ പല കാര്യങ്ങളിൽ എത്തുകയാണ് കേരളത്തിൻ്റെ കാര്യത്തിലെങ്കിലും. ഇപ്പം നമ്മുടെ കേരളം ആരോഗ്യരംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമായി കണക്കാക്കുന്നുണ്ട്. നമ്മുടെ ആയുർദൈർഘ്യം നോക്കിയാലും ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും ഒക്കെ നോക്കിയാലും അതിൻ്റെ അളവ് വളരെ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ വികസിച്ച നാടുകളോട് അമേരിക്കയോടൊക്കെ തുല്യപ്പെടുത്താവുന്നതാണ് നമ്മുടെ മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും പിന്നെ ആയുസ്സും ഒക്കെ, പ്രത്യേകിച്ച് വനിതകളുടെ ആയുസ്. അപ്പോൾ അതൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലായിരിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാമോ? അത് പക്ഷേ ഏതെങ്കിലും ഒരു പെട്ടെന്ന് സംഭവിച്ചതൊന്നുമല്ല. കേരളത്തിൽ പ്രത്യേക കാര്യങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഭൂപ്രകൃതി പോലും അതിന് അനുകൂലമാണ്. 40-ലധികം നദികൾ കേരളത്തിലേക്ക് ഒഴുകുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ശുദ്ധജലം ലഭ്യമാണ്. ഇത് രാജസ്ഥാൻകാരന് ആഗ്രഹിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ തുടക്കത്തിൽ ഉള്ള നമ്മുടെ ഈ ജനാധിപത്യ ഗവൺമെൻറ്റുകളൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ള ഭരണാധികാരികൾ പോലും ആരോഗ്യ രംഗത്ത് നടത്തിയ ശ്രദ്ധ, അല്ലെങ്കിൽ മിഷണറിമാരൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശ്രീ അച്യുതമേനോൻ ഗവൺമെൻറ് ഒറ്റയടിക്ക് 500 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 1000-ൽ പകുതി ഒരു മുഖ്യമന്ത്രി തുടങ്ങിയാണ്. അപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗവൺമെൻറ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പുറമേ ഉള്ളതാണ് കേരളത്തിലെ സാക്ഷരത, പ്രത്യേകിച്ച് സ്ത്രീ സാക്ഷരത. ഞാൻ ഇന്ത്യയിലെ ഒരുപാട് ചേരി പ്രദേശങ്ങളിൽ പോകേണ്ടി വന്ന ഒരാളാണ് ഈ ലോകാരോഗ്യ സംഘടന പ്രവർത്തനമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. നമ്മൾ ബോംബെയിലൊക്കെ 1.25 കോടി ജനത്തിൽ 1 കോടിയിലധികം ചേരികളിലാണ് ജീവിക്കുന്നത്. അവിടെ കുട്ടികൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും മലിനജലവും ഈ നമ്മുടെ വിസർജ്യങ്ങളൊക്കെ അടങ്ങുന്ന തോടുകളിലേക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങി നിന്ന് കളിക്കുന്നത്. അതേസമയം നമ്മുടെ ഇവിടെ എൻ്റെ കുട്ടിക്കാലത്ത് പോലും നമ്മളറിയാതെ ഒരു ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ഒരു കഷ്ണം താഴെ വീണാൽ അതെടുത്ത് മാറ്റുന്ന രീതിയാണ് നാട്ടിൻപുറങ്ങളിൽ പോലും ഉള്ളത്. അപ്പോൾ ഈ വ്യത്യാസം കേരളത്തിനുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം കേരളം എല്ലാ കാര്യത്തിലും 1-ാം നമ്പർ എന്നല്ല. കേരളത്തിൽ എല്ലാ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓവറോൾ കേരളം ഏറ്റവും നല്ല ആരോഗ്യരംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷെ നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ മെച്ചപ്പെടാനുണ്ട്. ഒന്ന് നമ്മുടെ റോഡ് അപകടം, അതിനകത്ത് 3-ാം സ്ഥാനമാണ് ഇന്ത്യയിൽ. അപ്പോൾ കേരളത്തെ പോലെ റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ മാതൃകയാകാൻ വേറൊരു സംസ്ഥാനത്തിനും പറയാൻ കഴിയില്ല. ഡയബറ്റീസ്, പ്രമേഹം പോലുള്ള രോഗങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതും നമ്മൾ മാതൃകയല്ല. ആത്മഹത്യാ നിരക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ വർഷങ്ങളായി നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നോട്ട് പോകുമോ എന്നൊരു സംശയിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതിലൊന്നാണ് ഈ വീട്ടിൽ തന്നെ പ്രസവം. ഇതിന് അനുകൂലമായ ചില പ്രചരണങ്ങളൊക്കെ ഉണ്ട്. ഈ പഴമയിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുന്നത് ആശുപത്രിയിൽ പോയി പ്രസവിച്ചുകൊണ്ടുന്ന സ്ത്രീകൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക എന്നല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പുരുഷായുസ് 30 വയസ്സിന് മുകളിലേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 70-ന് മുകളിലാണ്, കേരളത്തിൽ 80 അടുപ്പിച്ചാണ് സ്ത്രീകൾക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ മെച്ചപ്പെട്ട ചികിത്സാ രീതികൾ കൊണ്ടും ശാസ്ത്രീയ രീതികൾ അവലംബിക്കുന്നതും കൊണ്ടാണ്. അവിടെ വന്നൊരു തിരിച്ചുപോക്ക് എന്ത് ആചാരത്തിൻ്റെ പേരിലായാലും എന്ത് തെറ്റിദ്ധാരണയുടെ പേരിലായാലും ചെറുക്കപ്പെടേണ്ടതാണ്. ഏറ്റവും വിഷമമുള്ള കാര്യമാണ്, നമ്മൾ ഏറ്റവും ആരോഗ്യമുള്ള സംസ്ഥാനത്ത് ഇപ്പോഴും പാമ്പ് പിടിച്ച കുട്ടിയെ ഏതോ നാട്ടുവൈദ്യത്തിൽ കൊണ്ടുപോകുന്ന അപകടങ്ങൾ തലസ്ഥാന ജില്ലയിൽ പോലും ഉണ്ട്. അപ്പോൾ അവിടെ കൃത്യമായ ഇടപെടലുകളും ബോധവൽക്കരണവും തെറ്റും ശരിയും വേർതിരിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ഡോക്ടർമാരുടെ സംഘടന IMA പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടുന്നു, ഗവൺമെൻറ് മാത്രമല്ല.